പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പാദപിടുത്തങ്ങളായിരിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാവുന്നു. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ പാദപിടുത്തങ്ങളായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് നമ്മൾക്ക് കൃപ ചെയ്തുവല്ലോ. അവിടുത്തെ നാമമഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയതായ മനുഷ്യൻ ദൈവത്തിനെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്നുള്ള വ്യവസ്ഥ പ്രകാരം ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം നമ്മോട് കരുണയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്ത നല്ല കർത്താവ് നമുക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും തന്ന് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. അവിടുത്തെ കൃപ നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ നമുക്ക് ആയിരിക്കാം. സ്നേഹവാനായ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ജനത്തെ അവിടുന്ന് ഉപയോഗിക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ, ആ ദൈവം നമ്മെ വിളിക്കുകയാവുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. പാറയുടെ പിളർപ്പിലും കടുംദുഃഖത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ഇവിടെ പ്രിയൻ പ്രിയെ വിളിക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആരാണ് പ്രിയൻ, ആരാണ് പ്രിയ എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രിയനായി രണ്ടാമതും വീണ്ടും വരുമെന്ന് നമ്മൾക്കറിയാം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഇവിടെ ഉത്തമഗീതത്തിലൂടെ പറയുന്നത്, നമ്മുടെ ദൈവം നമ്മെ നോക്കി വിളിക്കുകയാണ് എന്റെ പ്രിയ എന്ന്. ആ പ്രിയ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾക്കറിയാം. ആ പ്രിയെ വിളിക്കുന്നത് പ്രാവേ എന്നാണ്. പ്രാവ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഒരു പക്ഷിയാണ് എന്ന് നമ്മൾക്കറിയാം. അതിന്റെ ഇണ നഷ്ടപ്പെട്ടാൽ അത് കുറുകിക്കൊണ്ട് തന്റെ ജീവകാലം കഴിച്ചുകൂട്ടും. കാണുവാൻ നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ് ഇത്. എന്നാൽ ഇത് പെട്ടെന്ന് ആര് ശല്യം ചെയ്യാത്ത ഇടങ്ങളിലാണ് കൂടുവെക്കുന്നത്. മിക്കവാറും പള്ളികളുടെയും സ്കൂളിന്റെയും മുകളിലൊക്കെയും നമുക്ക് പ്രാവിന്റെ കൂട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, എന്റെ പ്രിയെ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, നിന്റെ മുഖമൊന്ന് ഞാൻ കാണട്ടെ എന്നാണ് പറയുന്നത്. ഈ പ്രിയെ ഇരിക്കുന്നത് പാറയുടെ പിളർപ്പിലും കടുംദുഃഖത്തിന്റെ മറവിലുമാണ് എന്ന് ഇവിടെ നാം വായിക്കുന്നുണ്ട്. കർത്താവായ ദൈവത്തെ നാം രക്ഷിതാവായി സ്വീകരിച്ച ആ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്നതായി ഒരു ദൈവ പൈതലിനെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ആ ഒരു പാറ എന്താണ്? നമ്മുടെ ദൈവം അത്യുന്നതമായ ഒരു പാറയാണ്. ആ പാറയെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയുകയില്ല. അതിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് ഇവിടെ കാണുവാൻ കഴിയുക. അത് മാത്രമല്ല, കടുംദുഃഖത്തിന്റെ മറവിലാണ് ഇത് ഇരിക്കുന്നത്. പെട്ടെന്ന് ഒരു ശത്രുവിനും ഇതിനെ ചെന്ന് തൊടുവാനോ തകർക്കുവാനോ കഴിയുകയില്ല എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. എപ്പോഴും ഇത് കൂടിവെക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കാം. അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനത്താണ് താൻ ഇരിക്കുന്നതെന്ന് നിശ്ചയമുണ്ട്. നമുക്കറിയാം, 91-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവിടെ പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിച്ച് അവനിൽ മറഞ്ഞ് ഇരിക്കുന്നതായ ഒരവസ്ഥ ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും ശത്രു അവരുടെ മേൽ ജയമെടുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു സമയങ്ങളിൽ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമ്മുടെ ആശ്രയം മാറ്റുമ്പോൾ, നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുവാൻ ഇടയുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ മാറിപ്പോകുവാനല്ല. നാം എന്ത് ചെയ്യണം? നാം സർവശക്തന്റെ നിഴലിൻ കീഴിൽ വേണം പാർക്കുവാൻ. എന്തെല്ലാം അനർത്ഥങ്ങളോ കഷ്ടതകളോ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോഴും, കൊടുങ്കാറ്റ് പോലെയുള്ളതായ വിഷയങ്ങൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോഴും, വൻ പെരുവെള്ളം നമ്മെ മുക്കിക്കളയുവാൻ ശക്തമായി നമ്മുടെ നേരെ പാഞ്ഞെടുക്കുമ്പോഴും, നാം അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവരും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവരുമാണ് എങ്കിൽ ഞാനും നിങ്ങളും സുരക്ഷിതരായിരിക്കുമെന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഇവിടെ അതാണ് ആ പ്രിയെ വിളിക്കുകയാണ്
എന്റെ പ്രിയെ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, നിന്നെ കാണുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ കാണുമ്പോൾ നിന്റെ മുഖം ഒന്ന് എനിക്ക് കാണണം. ഞാൻ നിന്റെ മുഖം നോക്കുമ്പോൾ നിന്റെ മുഖം ശോഭാപരിപൂർണമായിരിക്കണം. ദുഃഖത്താലും നിരാശയാലും നിറയപ്പെട്ടവരായിരിക്കുവാനല്ല, പിന്നെയോ സന്തോഷത്തോട് നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരായി കാണണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ദൈവത്തിലേക്ക് കടന്നു വരുന്ന ദൈവ പൈതലിനോടാണ് പറയുന്നത്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന്. അങ്ങനെ ആ അവര് എന്താണ്, മുഖം ശോഭയുള്ളതായി തീരുന്നുവെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ പറയും, ഒന്നിനും കൊള്ളത്തില്ല, സൗന്ദര്യമില്ല, അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകുവാൻ കൊള്ളത്തില്ല എന്നൊക്കെയും മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമ്മുടെ ദൈവം പറയുകയാണ്, നിന്റെ മുഖം എന്താണ്, സൗന്ദര്യമുള്ളതാണ്, നിന്റെ മുഖം എനിക്ക് കാണണം. നിന്റെ സ്വരം ആർക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും മറ്റുള്ളവരുടെ മുമ്പാകെ നിന്റെ സ്വരത്തിന് യാതൊരു പ്രൗഢിയും ഇല്ലാതെ ഇരിക്കുമ്പോഴും എനിക്ക് നിന്റെ സ്വരം ഇഷ്ടമാണ്. കാരണം എന്താണ്, ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നത്, ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നത്, ആ ദൈവിക കൃപയിൽ നിലനിൽക്കുന്നത്, നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്നു. ആ ഉത്തമഗീതത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൾക്ക് എന്താണ്, ഇരുൾ നിറം പറ്റിയിരിക്കുന്നുവെങ്കിലും, വെയിൽ കൊണ്ട് അവൾ കറുത്തിരിക്കുന്നുവെങ്കിലും അവളെ ആരാണ് എന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇരുൾ നിറം പറ്റിയാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കുമ്പോഴും എല്ലാവരും അവളെ തുറിച്ചു നോക്കുമ്പോഴും അവൾക്കറിയാം, എന്റെ പ്രാണപ്രിയൻ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ എന്നെ ചേർത്തുകൊള്ളുന്ന ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ, ഞാൻ നിന്റെ സ്വരവും നിന്റെ മുഖവും കാണുവാൻ ആഗ്രഹിച്ച് നിന്നെ വിളിക്കുമ്പോൾ പ്രിയെ, നീ എന്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരിക. മറ്റുള്ളവർ പുറമോടികളെ നോക്കുമ്പോൾ ദൈവമായി കർത്താവ് നമ്മെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയും താഴ്മയും വിനയവും ദൈവത്തോടുള്ള ഭക്തിയും ദൈവിക സാന്നിധ്യവും ദൈവിക കൃപയുമാണ്. അങ്ങനെ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്നത് കൊണ്ട് ദൈവം നമ്മൾക്ക് പലവിധമാകുന്ന അനുഗ്രഹങ്ങളെ, നന്മകളെ തരുവാൻ ശക്തനായ ദൈവമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഹോവ ഭക്തിക്ക് അനേകമാകുന്ന പ്രതിഫലമുണ്ട് എന്ന് നമുക്കറിയാം. ഒന്നാമതായിട്ട് യഹോവയുടെ ഭക്തി മൂലം ലഭിക്കുന്ന നന്മകളാണ്, ജ്ഞാനത്തിന്റെ ആരംഭമാണ് അതെന്ന് ദൈവവചനം പറയുന്നുണ്ട്. പിന്നീട് പറയുകയാണ്, അത് ദീർഘക്ഷമ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നു. കാരണം ക്ഷമിക്കുവാൻ ദൈവഭക്തിയുള്ള ദൈവകൃപയുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വരുമ്പോഴും ക്ഷമയോട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, മറ്റുള്ളവരോട് അസൂയപ്പെടാതെ, മറ്റുള്ളവരോട് കോപിക്കാതെ ദീർഘക്ഷമയുള്ളവരായി ഇരിക്കുവാൻ ദൈവഭക്തി നമ്മൾക്ക് നൽകി അനുഗ്രഹങ്ങളെ നൽകി തരുമെന്ന് പറയുന്നു. പിന്നീട് പറയുകയാണ്, മൂന്നാമതായിട്ട് നാം ദോഷം വിട്ടുമാറാക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവഭക്തിയോട് ജീവിക്കുന്ന ഒരു പൈതൽ ദോഷം വിട്ടകന്ന് ജീവിക്കുവാൻ അവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു എന്ന് പറയുന്നു. നാലാമതായിട്ട് പറയുകയാണ്, ദൃഢധൈര്യം അവർക്കുണ്ടാകുന്നു. ദൈവഭക്തിയുള്ള ഒരു ദൈവ പൈതലിനറിയാം, എന്ത് സംഭവിച്ചാലും എന്തെല്ലാം വന്നാലും എന്റെ ദൈവം നിലനിർത്തുമെന്നുള്ള ദൃഢമായ ഒരു ധൈര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ആ ദൃഢധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വൻ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ ദൈവജനത്തിന് കഴിയും. പിന്നീട് അഞ്ചാമതായിട്ട് പറയുകയാണ്, ഈ യഹോവ ഭക്തി ജീവന്റെ ഉറവയാകുന്നുവെന്നാണ് പറയുന്നത്. ജീവങ്കിലേക്ക് നമ്മെ നടത്തുന്നതാണ് ദൈവഭക്തി. പലപ്പോഴും നശിച്ചു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എന്നെയും നിങ്ങളെയും, ഞാനും നിങ്ങളും ദൈവത്തെ സേവിക്കുന്നതിനാൽ, ദൈവകൃപയിൽ നിലനിൽക്കുന്നതിനാൽ ദൈവം നമ്മളെ ദൈവ സന്നിധിയിലേക്ക് ചേർക്കുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സദൃശവാക്യം 15:33 യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിനും വിനയത്തിനും മുന്നോടിയാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അതെ, മറ്റുള്ളവരുടെ മുമ്പാകെ മാനിക്കപ്പെടുവാൻ നമ്മൾക്ക് ദൈവികമായ ഒരു കൃപയാണ് യഹോവ ഭക്തി എന്നുള്ളത് നാം മറന്നു പോകരുത്. ആകയാൽ ദൈവഭക്തിയുള്ള ഒരു ദൈവ പൈതലായി നമ്മൾക്ക് തീരാം. ഏഴാമതായിട്ട് പറയുന്നുണ്ട്, ജീവഹേതുവാകുന്നു അതെന്ന് പറയുന്നു. എട്ടാമതായിട്ട് ധനവും മാനവും ജീവനും
ദൈവത്തിന്റെ ഭക്തിയില് നമുക്ക് ലഭിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. എന്തൊക്കെയാണ്? ധനം നമ്മൾക്ക് നൽകുമെന്നും മാനവും ജീവനും നമുക്ക് നൽകുന്നത് ദൈവഭക്തിയാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുതെന്നാണ് പറയുന്നത്. അതിന് സദൃശവാക്യം 22:4 വാക്യത്തിൽ പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അതേ പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും ദൈവഭക്തിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മെ തകർത്ത് കളയുവാൻ ശത്രുവിനെ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. അവിടുത്തെ കരം നമ്മൾക്ക് വേണ്ടി നീട്ടി അവിടുന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ് എന്നാണ് തിരുവചനം പറയുന്നത്. 9ാമതായിട്ട് പറയുന്നുണ്ട്, അസൂയയിൽ നിന്ന് സ്വാതന്ത്ര്യം നമ്മൾക്ക് നൽകുന്നതാണ് ഈ ദൈവഭക്തി. ദൈവഭക്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾക്കറിയാം. സദൃശവാക്യം 23:17 പറയുന്നു, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ ഇപ്പോഴും യഹോവ ഭക്തിയോട് ഇരിക്കുക. അതെ, ദൈവഭക്തിയോടെ എപ്പോഴും ഇരിക്കുക. ഹൃദയം മറ്റുള്ളവരോട്, പാപികളോട് അസൂയപ്പെടരുതെന്നാണ് പറയുന്നത്. നമുക്കെതിരായി എന്ത് ദോഷങ്ങള്, എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടാക്കിയാലും ആ വ്യക്തികളോട് നാം അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്റെയും നിങ്ങളുടെയും ദൈവഭക്തിയെ ശോധന ചെയ്യുവാൻ, എന്നിലും നിങ്ങളിലുമുള്ള ദൈവകൃപ എന്തെന്നറിയുവാൻ ഒരുപക്ഷെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നുപോയെന്നിരിക്കാം. എന്നാൽ ഇവിടെ നമുക്കറിയാം, ഈ ശൂനേമി ദൈവഭക്തിയോടുകൂടെ നിലനിൽക്കുന്നു. ഇവിടെ ശലോമോനെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കപ്പെടുന്നതെങ്കിലും നാം നിഴലായി അതിനെ കാണുന്നുവെങ്കിലും നാം ഒന്ന് ചിന്തിക്കണം, ഇത് നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നാം ഉപമിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയന് നമ്മോട് ഉള്ളതായ കരുണ, നമ്മോടുള്ള വാത്സല്യം, നമ്മോടുള്ള സ്നേഹം, നമ്മെ ചേർത്ത് കൊള്ളുവാൻ തന്നിലേക്ക് അടുപ്പിക്കുന്ന ആ ദൈവിക കൃപ, ആ ദൈവിക ഭക്തിയിൽ നിലനിൽക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ മുഖം എനിക്കൊന്ന് കാണണം, നിന്റെ സ്വരം എനിക്കൊന്ന് കേൾക്കണം. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം, നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കാരണമുണ്ട്, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു. അതെ, നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. സ്തുതി സ്തോത്രം അർപ്പിക്കുന്ന തന്റെ ജനത്തിന്റെ മധ്യേ കടന്നു വന്ന് അവരുടെ സ്തുതികളിന്മേൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. എന്തെല്ലാം പ്രതികൂലമായിരുന്നാലും ഞാനും നിങ്ങളും സ്തോത്രയാഗങ്ങളെ അർപ്പിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു കാളയെ അർപ്പിക്കുന്നതിനേക്കാൾ, ഒരു കാട്ടുകൊറ്റനെ അർപ്പിക്കുന്നതിനേക്കാൾ, തൈല നദികളെക്കാൾ മിക പ്രവാചകൻ പറയുന്നുണ്ട്, അനുസരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമെന്ന്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവകൃപയിൽ നിന്ന് പിന്മാറിയെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമുക്ക് നിലനിൽക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു പ്രഭാതത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ഉപകാരങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി, ദൈവകൃപയിൽ നിലനിൽക്കുന്ന മക്കളായി, തിരുനാമ മഹത്വത്തിനായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമ്പൂർണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോട് നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിച്ച് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. അവിടുന്ന് ഞങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളായി ദൈവകൃപയിൽ നിലനിൽക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐക്യതയും സ്നേഹവും സന്തോഷവും സമാധാനം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എക്സാം എഴുതുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പിഞ്ചു മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ കൃപയും സാന്നിധ്യവും പകർന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കണമേ. ജോലി കാര്യങ്ങളിലായിരിക്കുന്നവര്, ജോലി സ്ഥാനത്ത് പ്രതികൂലം അനുഭവിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും വിടുവിക്കണം. എല്ലാവർക്കും ആശ്വാസവും സമാധാനവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നശിക്കുന്ന തലമുറകളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി ജീവിതം നാശത്തിലേക്ക് പോകുന്ന യുവജനങ്ങളോട് ദൈവാത്മാവ് ഇടപെട്ട് സത്യത്തിലേക്ക് നയിക്കണമേ, അവിടുന്ന് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുത്തെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ കർത്താവേ. കഷ്ടങ്ങളിൽ നിന്ന് അവിടുന്ന് ഉദ്ധരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രതികൂലങ്ങളിൽ നിന്ന് വിട്ടുവയ്ക്കണമേ കർത്താവേ. എല്ലാ രോഗബന്ധനങ്ങളെയും മാറ്റി കർത്താവ് അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സഹായിക്കണം. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ കർത്താവ്. അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണം. അത്ഭുതകരമാമണം വഴികളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ കരം അനുകൂലമായി നീട്ടണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പീഡകളിലായിരിക്കുന്നവരെ വിട്ടുവീക്കണം. ദൈവ വഴികളെല്ലാം തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുന്ന് സഹായിച്ചാട്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നിടത്തൊക്കെയും ദൈവ സാന്നിധ്യത്തിൽ മറയ്ക്കണമേ. പ്രതികൂലം അനുഭവിക്കുന്നതായ, പീഡ അനുഭവിക്കുന്നതായ ദൈവജനത്തെ വിടുവിക്കണമേ കർത്താവേ. ലോകത്തിന്റെ എമ്പാടുമുള്ളതായ എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം കർത്താവേ. സ്തോത്രം. വിദേശത്തൊക്കെയുമായിരിക്കുന്ന പഠിത്തത്തിനും ജോലിക്കും ഒക്കെയുമായി കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ, അവരൊക്കെയുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമായി കർത്താവ് അവരോട് ഇടപെട്ട് ദൈവകൃപയിൽ നിലനിർത്തണം. അവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. പകർച്ചവ്യാധികള്, തീരാരോഗങ്ങള്, പെട്ടെന്നുള്ള ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പിടിപ്പിച്ച് അവിടുന്ന് സൂക്ഷിക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവകൃപ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കും. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.